നമ്മൾ ഇതിനു മുമ്പിൽ ആമസോണിൻ്റെ EC2 എന്ന് പറയുന്ന സർവീസിനെ പറ്റി പഠിച്ചു. നമ്മൾ ലാംഡാനെ പറ്റിയിട്ടും പഠിച്ചു. സെർവർലെസ് കമ്പ്യൂട്ട് ലാംഡ, അതിൻ്റെ ഒരു ചെറിയൊരു ഡെമോവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കപ്പിൾ ഓഫ് മോർ AWS കമ്പ്യൂട്ട് സർവീസസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ EC2 കഴിഞ്ഞു, ലാംഡ കഴിഞ്ഞു. പുതിയ രണ്ട് കമ്പ്യൂട്ട് സർവീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AWS ECS ആൻഡ് AWS EKS. എന്താണ് ECS, എന്താണ് EKS? ECSൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എലാസ്റ്റിക് കണ്ടെയ്നർ സർവീസ്. EKS എന്ന് പറയുന്നത് എലാസ്റ്റിക് ക്യൂബർനെറ്റീസ് സർവീസ്, EKS. ഓക്കെ, അപ്പോൾ ഇതെന്താണ് രണ്ട്? ആദ്യം നമ്മളിത് എന്തുകൊണ്ട് ഇതിനെ കമ്പ്യൂട്ട് സർവീസസിൽ ഇട്ടു എന്ന് ആദ്യം പഠിക്കും. പിന്നെ നമ്മൾ കുറച്ചൊരു ഡീറ്റെയിലേക്ക് പോകും. ആക്ച്വലി ഇതൊരു കമ്പ്യൂട്ട് സർവീസസ് തന്നെയാണോ, അതോ ഇറ്റ് ക്യാൻ ഇറ്റ് ബി ഡിഫറെൻറ്റ്, വൈ ഈസ് ആമസോൺ പുട്ടിങ് ദിസ് ഇൻ ടു എ കമ്പ്യൂട്ട് സർവീസ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് VM വേഴ്സസ് കണ്ടെയ്നേഴ്സ്. ആദ്യം നമ്മൾ ഈ ECS എന്താണ്, EKS എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് ഒരു കണ്ടെയ്നർ എന്താണ്, ഒരു VM എന്താണെന്നുള്ളത് പഠിക്കണം. ഇപ്പോൾ VMനെ പറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് കുറച്ചൊക്കെ മുന്നിലത്തെ വീഡിയോസിൽ. നമുക്ക് ഒരു വെർച്വലൈസേഷൻ എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ടെക്നോളജി വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഹാർഡ്വെയർ, CPU, മെമ്മറി, സ്റ്റോറേജ്, നെറ്റ്വർക്കിംഗ് ഇതിനെയൊക്കെ നമുക്ക് വെർച്വലൈസ് ചെയ്യാൻ പറ്റും. ഒരു ഹൈപ്പർവൈസർ ലെയർ വെച്ചിട്ടാണ് നമ്മളിതൊക്കെ വെർച്വലൈസ് ചെയ്യുന്നത്. ആ ഹൈപ്പർവൈസർ ലെയർ വെച്ചുകൊണ്ട് നമുക്ക് ഈ റിസോഴ്സസുകളെ നമ്മൾ വെർച്വലൈസ് ചെയ്തിട്ട് ലെറ്റ്സ് എ CPU എന്ന് പറയുന്നത് ലെറ്റ്സ് എ CPU ഈസ് ലൈക്ക് 60 കോർ CPU. 60 കോർ CPUവിനെ നമ്മൾ 2 കോർ CPU ആയിട്ട് ഹൈപ്പർവൈസർ വെർച്വലൈസ് ചെയ്തുകൊണ്ട് ആ 2 കോർ CPU ഉപയോഗിച്ചുകൊണ്ട് ഒരു VM നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സിമിലർ സെയിം വേ വി ക്യാൻ ആക്ച്വലി ഡു ഫോർ മെമ്മറി ആൻഡ് സ്റ്റോറേജ്. അങ്ങനെ ഒരു VM ക്രിയേറ്റ് ചെയ്തിട്ട് ആ VMനകത്ത് നമുക്ക് ആവശ്യമുള്ള OS എന്താണെന്ന് വെച്ചാൽ OS ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആ OSൻ്റെ മുകളിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. സോ ഫൈനലി AWS ഇതൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വെർച്വലൈസേഷൻ എൻവയോൺമെൻറ്റ് ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ എൻഡ് ഗോൾ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുക എന്നുള്ളതാണ്. എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതെപ്പോഴും മനസ്സിൽ വെക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ VMs ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നൗ കമ്മിങ് ടു കണ്ടെയ്നേഴ്സ്, അതിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെയ്നേഴ്സിന് നമ്മൾ ഹൈപ്പർവൈസർ എന്ന് പറയുന്ന അതായത് റിസോഴ്സ് വെർച്വലൈസ് ചെയ്യുന്ന ഒരു ലെയർ ഇല്ല. അതിന് പകരം വി ഹാവ് ഡയറക്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിൻ്റെ മുകളിൽ നമുക്കൊരു കണ്ടെയ്നറൈസേഷൻ പ്ലാറ്റ്ഫോമാണുള്ളത്. ഓക്കെ, ആ കണ്ടെയ്നറൈസേഷൻ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ നമുക്ക് കണ്ടെയ്നേഴ്സ് ഇടാക്കാൻ പറ്റും. അപ്പോൾ കണ്ടെയ്നേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ, അഗൈൻ നമ്മൾ ഈ VMനെ പറ്റി പറയുമ്പോൾ തൊട്ട് 2 സെക്കൻഡ് മുന്നേ പറഞ്ഞു, ഫൈനൽ എയിം ഈസ് ടു ഇഫക്റ്റീവ്ലി റൺ ദ ആപ്ലിക്കേഷൻ. ഓക്കെ, അങ്ങനെ ഇഫക്റ്റീവ്ലി റൺ ദ ആപ്ലിക്കേഷൻ. അപ്പോൾ ഒരു ആപ്ലിക്കേഷന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അതിൻ്റെ ഒരു റൺ ടൈം എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ ലെറ്റ്സ് ഇത് പൈത്തണിൽ അല്ലെങ്കിൽ ജാവയിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ പൈത്തൺ അല്ലെങ്കിൽ ജാവയുടെ സ്പെസിഫിക് ആയിട്ടുള്ള റൺ ടൈം എൻവയോൺമെൻറ്റ് ഈ ആപ്ലിക്കേഷന് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് ഇത് റൺ ആവത്തുള്ളൂ. എഫക്റ്റീവ്ലി അല്ല, ആണെങ്കിൽ ആ സ്പെസിഫിക് റൺ ടൈം എൻവയോൺമെൻറ്റ് വേണം നമുക്ക്. സെക്കൻഡ്ലി, ഇതൊക്കെ ബിൽഡ് ചെയ്തിരിക്കുന്നത് ചില ലൈബ്രറീസ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ലൈബ്രറീസും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം ഈ ആപ്ലിക്കേഷന്. പിന്നെ മൂന്നാമത് വേണ്ടതെന്ന് വെച്ചാൽ ഈ സ്പെസിഫിക് ആപ്ലിക്കേഷന് ആവശ്യമായ ചില കൺഫിഗറേഷൻ സെറ്റിങ്സുകൾ ഉണ്ടാവും, ചില പാരാമീറ്റേഴ്സുകൾ ഉണ്ടാവും. അപ്പോൾ ആ സംഭവങ്ങളും ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. അങ്ങനെ ഈ വേറെയും അതായത് ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്സ് എല്ലാം ഈ ഒരു ആപ്ലിക്കേഷന് വേണം. അപ്പോൾ യൂഷ്വലി നിങ്ങളൊരു ഒരു ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് കാക്കാൻ പറ്റുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡെവലപ്പർ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്ത്, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അവരുടെ എൻവയോൺമെൻറ്റിൽ വർക്ക് ആവുന്നുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ QAൻ്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ വേറെ സിസ്റ്റം ഇൻറ്റഗ്രേറ്റേഴ്സിൻ്റെ ഇടയ്ക്കൊക്കെ ഇതേ സെയിം ആപ്ലിക്കേഷൻ they say is not working, but developer says in my environment is actually working. അപ്പോൾ കണ്ടെയ്നർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോർട്ടബിൾ എക്സാക്റ്റ് എൻവയോൺമെൻറ്റ്, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷന് വേണ്ട ലൈബ്രറീസ്, കൺഫിഗറേഷൻസ്, റൺ ടൈം എൻവയോൺമെൻറ്റ് ആൻഡ് വാട്ട് എവർ അതർ റെസ്റ്റ് ഓഫ് മിസ്ലേനിയസ് സ്റ്റഫ് ദറ്റ് ഈസ് റിക്വയർഡ് ഫോർ ആൻ ആപ്ലിക്കേഷൻ, ഇറ്റ് ബിൽഡ്സ് എ കണ്ടെയ്നർ. അതുകൊണ്ടാണ് എൻ്റെ പേര് കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഇറ്റ് ബിൽഡ്സ് എൻ ഐസൊലേറ്റഡ് എൻവയോൺമെൻറ്റ് വിച്ച് ഈസ് എക്സാക്ട്ലി ആസ് എ എൻവയോൺമെൻറ്റ് വെർ എ ഡെവലപ്പർ ഈസ് ആക്ച്വലി ബിൽഡിങ് ഇറ്റ്. സോ ആ
അഗൈൻ അതൊരു എന്താ പറയുക കൺഫൈൻഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ആയിരിക്കും, പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ആയിരിക്കും. ബട്ട് ദാറ്റ് എൻവയോൺമെൻറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ ഡീറ്റെയിൽസ് ആൻഡ് ഇറ്റ് യൂസസ് ദ സിസ്റ്റം കോൾസ് ആൻഡ് കേർണൽ കോൾസ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. ലൈക്ക് സെയിം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സിസ്റ്റം കോൾസും ഒക്കെയാണ് കണ്ടെയ്നേഴ്സ് ഇൻറ്റേർണലി യൂസ് ചെയ്യുക. പക്ഷേ ദ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ദൻ ആപ്ലിക്കേഷൻ ഈസ് ആക്ച്വലി റണ്ണിങ് ഇറ്റ് വിൽ ബി കണ്ടെയ്ൻഡ് ഇൻ ദാറ്റ് കണ്ടെയ്നർ. അതാണ് കണ്ടെയ്നർ എന്നുള്ള പേര് വരാനുള്ള കാരണം. സോ ഇത് മേജർലി 2 ഡിഫറെൻറ്റ് സംഭവങ്ങളാണ് ഇപ്പോൾ VM-ഉം കണ്ടെയ്നറും വെച്ചിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. ആക്ച്വലി VM എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ട് റിസോഴ്സസിനെ വെർച്വലൈസ് ചെയ്യുന്നതാണ്. പക്ഷേ കണ്ടെയ്നർ എന്ന് പറയുന്നത് മോർ ഓഫ് ആൻ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടെയ്നർ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കണ്ടെയ്നർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് പുറമെ കണ്ടെയ്നേഴ്സിന് വേറെ ഒരുപാട് ബെനിഫിറ്റ്സുകളുണ്ട് കമ്പയർഡ് ടു VM-ന് ഒരു സം GB ഓഫ് സ്പേസ് വേണ്ടി വരും. പക്ഷേ കണ്ടെയ്നേഴ്സിന് സം MB സ്പേസ് മാത്രമേ വേണ്ടി വരുള്ളൂ. കാരണം യു ആർ ആക്ച്വലി റണ്ണിങ് you are using an underlying operating system and stuff like that, so it's a lower footprint for containers. വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് സേ നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് സേ ഒരു ഫ്രണ്ട് എൻഡ് ഉണ്ട്, അതിനൊരു ബാക്ക് എൻഡ് ഉണ്ട്, അതിന് പിന്നെ ലെറ്റ്സ് സേ ഒരു സ്പെസിഫിക് ഡാറ്റാ ബേസ് ഉണ്ട്, അതിന് വിചാരിക്കാം. ജസ്റ്റ് 3 സാധനങ്ങൾ. അപ്പോൾ നമുക്ക് കണ്ടെയ്നേഴ്സ് വെച്ചുകൊണ്ട് ഈ ബാക്ക് എൻഡിൻ്റെ പല ഭാഗങ്ങളെയും മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. വാട്ട് ആക്ച്വലി ബെനിഫിറ്റ് ഓഫ് ദാറ്റ് ഈസ് ലെറ്റ്സ് സേ ബാക്ക് എൻഡിൻ്റെ കോഡിന് അല്ലെങ്കിൽ ബാക്ക് എൻഡിൻ്റെ പല ഡിപ്പെൻഡൻസികളുണ്ട്. ആ ബാക്ക് എൻഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെസിഫിക്കലി ബാക്ക് എൻഡിൻ്റെ മോഡ്യൂൾസിനെ 3 സെപ്പറേറ്റ് മോഡ്യൂൾസ് ആക്കിയിട്ട് നമ്മൾ കണ്ടെയ്നറായിട്ട് റൺ ചെയ്യാം. ലെറ്റ്സ് ഇപ്പം 3 കണ്ടെയ്നേഴ്സ് ഇത് ബാക്ക് എൻഡിന് വേണ്ടി മാത്രമുള്ള മോഡ്യൂളുകളായിട്ടുള്ള കണ്ടെയ്നറാണെന്ന് വിചാരിച്ചു. ബാക്ക് എൻഡിൻ്റെ ഒരു സ്പെസിഫിക് മോഡ്യൂളിൽ മാത്രം എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ വി ജസ്റ്റ് നീഡ് ടു അപ്ഡേറ്റ് ദിസ് കണ്ടെയ്നർ, റെസ്റ്റ് ഓൾ ഓഫ് ദ തിങ്സ് വിൽ ബി അവൈലബിൾ. ആൻഡ് ഇന്ന് ഇത് പഠിക്കേണ്ട ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ദോ യു മേ നോട്ട് ബി എൻ ആപ്ലിക്കേഷൻ ഡെവലപ്പർ ഓർ യു മേ നോട്ട് ബി എൻ ആപ്ലിക്കേഷൻ അഡ്മിൻ ആസ് സച്ച്, യു മേ ബി a networking guy, but even the network services are actually running as a containers. All the new SD-WAN vendors, all the new security vendors are running all of their applications as a container. So container എങ്ങനെ മാനേജ് ചെയ്യണം, കണ്ടെയ്നറിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ് സംഭവങ്ങളും how the network is actually built around it is important, not only for an application developer but also for an network admin or whoever wants to have a career in networking and security. Okay, now some of the real world use cases. Netflix യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ഇനീഷ്യലി VM ആയിരുന്നതിന് ശേഷം അവർ കണ്ടെയ്നറിലേക്ക് മാറി. ഫോർ എക്സാമ്പിൾ അവരുടെ ഒരു ഓപ്പൺ സോഴ്സ് കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ സർവീസുകളുണ്ട്, അതിൻ്റെ പേരാണ് ടൈറ്റസ്. ഓക്കെ, അപ്പോൾ അവർ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാച്ച് ജോബ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് അവർ ഈ വൺ ഓഫ് ദി എക്സാമ്പിളാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ. ദേ ആർ ആക്ച്വലി യൂസിങ് കണ്ടെയ്നേഴ്സ് ഇൻ AWS. അനദർ എക്സാമ്പിൾ ഈസ് സ്പോട്ടിഫൈ. നമുക്ക് ഈ റെക്കമെൻഡേഷൻ എഞ്ചിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അണ്ടർലൈങ് ദേ ആർ ആക്ച്വലി യൂസിങ് കണ്ടെയ്നർ സർവീസ് ഇൻ AWS. ഇത് രണ്ടുപേരും AWSലാണ് യൂസ് ചെയ്യുന്നത്. നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ഓപ്പൺ സോഴ്സ് കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ ടൂൾ ടൈറ്റസ് എന്ന് പറയുന്നത് ഉണ്ടെന്ന് മാത്രം, ബട്ട് ദേ ആർ ആക്ച്വലി യൂസിങ് ഇൻ AWS ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പോൾ അഗെയിൻ ഓൾ ദി ന്യൂ ഇത് ഈ ഒരു സ്ലൈഡ് ഞാൻ കൊണ്ടുവരാൻ കാരണം അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾ ദി ന്യൂ ഇന്നോവേറ്റീവ് കമ്പനീസ് in the world are using containers and they are actually really benefiting from that. ചില കണ്ടെയ്നർ പഠിക്കാനുള്ള ചില റിസോഴ്സസുകളും ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ദീസ് ആർ സം ഫ്രീ റിസോഴ്സസ് where you will be learning about containers and stuff like that.